തുടരും സിനിമയിൽ നടി ശോഭനയുടെ കഥാപാത്രത്തിന് വേണ്ടി ഡബ്ബ് ചെയ്തത് ഭാഗ്യലക്ഷ്മിയായിരുന്നു. എന്നാൽ റിലീസ് അടുത്തപ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ ശബ്ദം നീക്കം ചെയ്ത് ശോഭന സ്വയം ഡബ്ബ് ചെയ്തു. ഭാഗ്യലക്ഷ്മിയുടെ ഇക്കാര്യം അണിയറ പ്രവർത്തകർ പറഞ്ഞതുമില്ല. അതൊരു അപമാനിക്കലായിട്ടാണ് അവർക്ക് തോന്നിയതെന്ന് പിന്നീട് ഭാഗ്യലക്ഷ്മി തുറന്നു പറയുകയും ചെയ്തു. ശോഭനയ്ക്കെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നുവെന്നും കേവലം ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ലെന്ന തോന്നൽ അണിയറ പ്രവർത്തകരിൽ ഉള്ളതായി തനിക്ക് തോന്നിയെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. തുടരും ടീമിന്റെ ഭാഗത്ത് നിന്ന് കോളൊന്നും വന്നിരുന്നില്ല. അവരെ സംബന്ധിച്ച് പരാതി പറഞ്ഞത് വെറും ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. കേവലം ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്റെ വാക്കുകൾക്ക് നമ്മൾ ഇത്രയധികം പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന തോന്നലാകും. കുതിരവട്ടം പപ്പുവിന്റെ മകൻ ബിനു പപ്പു ഏതോ ഒരു ഇന്റർവ്യൂവിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. ബിനുവിന് ആ സിനിമയിൽ എന്ത് റോളാണെന്ന് തന്നെ എനിക്കറിയില്ല. കാരണം ഡബ്ബിങ്ങിന് പോയപ്പോൾ ബിനുവിനെ ഒന്നും ഞാൻ അവിടെ കണ്ടില്ല. പറഞ്ഞത് ഇങ്ങനത്തെ കാരണങ്ങളൊക്കെ കൊണ്ടായിരുന്നു. അപ്പൊ എന്നാലും ഞാൻ ഇങ്ങനെ പിടിച്ചു നിന്നത് അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പിടിച്ചു നിന്ന് കുറച്ച് മോഡലിങ്ങും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇപ്പൊ ഇതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പൊ ടിവിയിലൊക്കെ ഇപ്പൊ ഓരോരോ നടന്മാരുടെ പേരിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണല്ലോ ഓരോ ദിവസം കൊടുക്കും. അപ്പം ഇപ്പൊ വീട്ടിൽ നിന്ന് ശക്തമായിട്ടുള്ള എതിർപ്പാണ് സിനിമയിലോട്ട് പോവണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? എനിക്കത് ഏറ്റവും ചോദിക്കാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാള് ചേച്ചിയായിട്ട് എനിക്ക് തോന്നിയത്. അല്ല, വീട്ടുകാരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. കാരണം ആദ്യം വീട്ടുകാർക്ക് ജുമേനോട് വിശ്വാസം വേണം. ആദ്യം നമ്മുടെ ആളുകൾ നമ്മളെ വിശ്വസിക്കണം. എവിടെ പോയാലും എൻ്റെ മകൾ അവളുടെ വ്യക്തിത്വത്തിൽ അവളുടെ കഴിവിൽ വിശ്വസിക്കുന്നവളാണ്. ആർക്കും അവളെ ഒരു വിധത്തിലും ചൂഷണം ചെയ്യാനാവില്ല എന്നൊരു ഉറച്ച വിശ്വാസം നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങളോടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് തൊഴിലിനും എവിടെയും പോയി അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റും. അതല്ല, നിങ്ങളിൽ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ നാളെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ പോയാലും നിങ്ങൾ വേറെ ഏത് തൊഴിലിടത്ത് പോയാലും ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന തൊഴിലല്ല അവിടുത്തെ പ്രധാന വിഷയം, നമ്മൾ എന്താണ് എന്നുള്ളതാണ് പ്രധാന വിഷയം. അപ്പോൾ നിങ്ങളുടെ വീട്ടുകാരോട് പറയുക. ഇപ്പം എൻ്റെ മോൻ എന്നോട് എപ്പോഴും പറയാറുണ്ട്, ആരെങ്കിലും എന്നെക്കുറിച്ച് ഒരു മോശമായ ഒരു അഭിപ്രായം പറഞ്ഞാൽ എന്നെക്കുറിച്ച് അമ്മയ്ക്ക് എന്താണ് അഭിപ്രായം, അങ്ങനെയായിരിക്കും അമ്മയുടെ റിയാക്ഷൻ. എന്നെക്കുറിച്ച് അമ്മയ്ക്ക് മോശമായ അഭിപ്രായം ഉണ്ടെങ്കിൽ അമ്മ വല്ലവരും പറയുന്നതൊക്കെ വിശ്വസിക്കും. അപ്പം സിനിമയ്ക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ജുമാന വളരെ പെർഫെക്റ്റ് ആണെങ്കിൽ പോലും ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളുടെ പാരൻസിനോട് മോശമായിട്ട് പറഞ്ഞു കൊടുത്താലും അവരത് വിശ്വസിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം വീട്ടുകാരോട് പറയുക, നിങ്ങൾക്ക് എന്നെ വിശ്വാസമുണ്ടോ എന്ന് മാത്രം ചോദിക്കുക. പിന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വന്നത് എന്തിനാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കഴിവിനെ നിങ്ങൾക്ക് പുറത്തെടുക്കണം എന്നുള്ളൊരാഗ്രഹം. അത് അഭിനയമാകട്ടെ, പാട്ടാവട്ടെ, സിനിമയുമായി ബന്ധപ്പെട്ട ഏതൊരു മേഖലയുമാവട്ടെ. അപ്പം അതിലായിരിക്കണം നിങ്ങളുടെ കോൺസെൻട്രേഷൻ മുഴുവനും. അത് തടസ്സപ്പെടുത്താൻ കുറേ അധികം ആളുകൾ നിങ്ങളുടെ പിന്നാലെ ഇങ്ങനെ ഉണ്ടാവും. എപ്പോഴും നിങ്ങളെ മെൻ്റലി ഡിസ്റ്റർബ് ചെയ്യുന്ന, നിങ്ങളുടെ പ്രൊഫഷണലി ഡിസ്റ്റർബ് ചെയ്യുന്ന ആൾക്കാർ പോടോ 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 എന്നും പറഞ്ഞ് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കാം. ഓക്കെ, ശരി. ഓക്കെ ജുമാന, ഓക്കെ, ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ്. അപ്പം വെൽക്കം ടു ദ മലയാള ഫിലിം ഇൻഡസ്ട്രി. ഓക്കെ, 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 ഓക്കെ. ശരി ജുമാന, താങ്ക് യു. സ്വന്തം നിലപാട് പറയാൻ എപ്പോഴും ഒരു രീതിയിലും ആരെയും ഭയക്കുകയോ പേടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരാളല്ല ചേച്ചി. ചേച്ചിക്ക് ചേച്ചിയുടേതായിട്ടുള്ള ശരികളും തെറ്റുകളും അഭിപ്രായങ്ങളും നിലപാടുകൾ എപ്പോഴും സ്വയം വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അങ്ങനെയുള്ള ചേച്ചി എന്തുകൊണ്ടായിരിക്കും ഇപ്പം എൻ്റെ ഈ ഷോ ഉൾപ്പെടെ നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വരിക്കുമ്പോൾ പോലും ചേച്ചി ഇങ്ങനെ ഇൻ്റർവ്യൂ തരാനായിട്ട് മടിക്കുന്നതോ, അല്ലെങ്കിൽ ചേച്ചി എന്നല്ല, ഞാൻ അല്ലാതെയും ചോദിച്ചോട്ടെ, എന്തുകൊണ്ടായിരിക്കാം സെലിബ്രിറ്റികൾ ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂ കൊടുക്കാനായിട്ട് അവർ മടിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയ വളരെ ഇപ്പം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ഒഴിച്ചുകൂടാനാവാത്തൊരു ഭാഗമായി, പ്രത്യേകിച്ച് യൂട്യൂബും പിന്നെ വാട്സപ്പും ഫേസ്ബുക്കും എല്ലാം. ഈ വാട്സപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്, അതൊരു പബ്ലിക് സ്പേസ് അല്ല.
പക്ഷേ ഫേസ്ബുക്ക്, യൂട്യൂബ് എന്നൊക്കെ പറയുമ്പോൾ, അതുപോലെ ഇങ്ങനെയുള്ള ഓൺലൈൻ ചാനലുകൾ വന്നതിന് ശേഷം ഏറ്റവും അധികം നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഇരുന്ന് സംസാരിക്കുമ്പോൾ ആദ്യത്തെ 1-2 അനുഭവം വെച്ചാണ് ഞാനൊക്കെ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ പല ആർട്ടിസ്റ്റുകളും എൻ്റെ ഈ അഭിപ്രായത്തോട് യോജിക്കാറുണ്ട്. അവരെല്ലാവരും തന്നെ ഇത് ഒഴിവാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വളരെ സത്യസന്ധമായിട്ട് വന്നൊരു ഇൻ്റർവ്യൂ പറയും. ചിലപ്പോൾ നമ്മൾ പല സംസാരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പലതും ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ഇഷ്ടമാണ്, എനിക്ക് ആരോടും ചോദിക്കേണ്ടും പറയേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. അതെ, എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് പറഞ്ഞ് ഒരു ടൈറ്റിൽ അങ്ങ് കൊടുക്കും. ഈ ടൈറ്റിൽ കണ്ട് ഇതിൻ്റെ താഴെ ഇങ്ങനെ നടന്നു പോകുന്നവൻ പെട്ടെന്ന് ഒരാളെ കണ്ട് ഇവളെ എനിക്ക് ഇഷ്ടമേ അല്ല, ഒരു കല്ലെടുത്തെറിയുന്ന, അങ്ങനെയാണ് ഈ കമൻറ്റ്. ഓക്കെ, ഈ കല്ലെടുത്തെറിയുന്ന മാതിരിയാണ് ഈ കമൻറ്റുകൾ. അത് അവർക്ക് പരിചയമില്ലാത്ത, അതായത് എന്നെ അവർ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ അവർ ടെലിവിഷനിൽ കണ്ടിട്ടുണ്ടാകാം, മനസ്സിലായി, ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയ, അല്ലാതെ നേരിട്ട് അവരെന്നെ കണ്ടിട്ടില്ല, എന്നോട് സംസാരിച്ചിട്ടില്ല, ഞാൻ എന്താണ് എൻ്റെ സ്വഭാവം ഒന്നും അറിയില്ല. പക്ഷേ എല്ലാവരെ കുറിച്ചും, അത് എന്നെ എന്നല്ല, പ്രത്യേകിച്ച് സ്ത്രീകളെ ഇവളാ, ഈ തള്ളയോ എന്നിങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പം അത് പൊതുവെ ഒരുപാട് പേര് സിനിമയ്ക്കുള്ളിൽ പലരും സംസാരിക്കാറുണ്ട്. ഒരു പരിചയമില്ലാത്തവരൊക്കെ നമ്മളെ എന്തിനാണ് ഇങ്ങനെ ചീത്ത വിളിക്കുന്നത്. അപ്പം അതൊരു കാര്യവും. പിന്നെ ഈ ടൈറ്റിലും ഈ തംബ്നെയിലുണ്ടല്ലോ, ഈ തംബ്നെയിൽ ഭയങ്കരമായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നു. പോകുന്നവൻ ഈ ഇൻ്റർവ്യൂ മുഴുവനും കാണണം എന്നില്ല, ഈ തംബ്നെയിലാണ് അവൻ്റെ കമൻറ്റ്. അത് എന്തടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞത്, എന്താണ് അവർ പറഞ്ഞതിൻ്റെ യഥാർത്ഥ പൊരുൾ, ഇതൊന്നും നോക്കാതെ വായ തോന്നുന്ന ചീത്തയും വിളിച്ചിട്ട് അങ്ങ് പോകും. നെഗറ്റീവായിട്ട് ആൾക്കാരുടെ ഒരു അട്രാക്ഷൻ സീക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഇത്തരത്തിലുള്ള ഈ പ്ലാറ്റ്ഫോംസിലെ ആൾക്കാർ ടാഗ്ലൈൻ അങ്ങിട്ട് ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ നോക്കുന്നു. അത് തുറന്ന് ഉള്ളിലേക്ക് എത്തുമ്പോഴായിരിക്കും ഇത് ഈ തന്നിരിക്കുന്ന ഹെഡ്ലൈനുമായിട്ട് ഒരു ബന്ധമുള്ള കാര്യമായിരിക്കും. ഇത് തുറക്കുകയില്ല. കുറേ ആളുകൾ ഇത്, വളരെ കുറച്ച് ആൾക്കാരായിരിക്കും ഇത് മുഴുവനും കാണുന്നത്. ഇപ്പോൾ ഒരിക്കൽ ഞാൻ ഇവിടെ ഷാർജയിൽ ഒരു ബുക്ക് ഫെസ്റ്റിവലിന് DC, എൻ്റെ ആത്മകഥ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഗസ്റ്റായിട്ട് പോയതായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ മലയാള ഭാഷയെക്കുറിച്ചുള്ള ഒരു സ്പീച്ചായിരുന്നു. അപ്പം ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെ ഇത്ര നന്നായിട്ട് മലയാളം സംസാരിക്കുന്നത്. ആക്ച്വലി ഞാൻ തമിഴാണ് പഠിച്ചത്, ഞാൻ മലയാളം അല്ല. അപ്പോൾ മലയാളിയാണെങ്കിലും മെഡ്രാസിൽ തന്നെ ജീവിച്ചത് കൊണ്ട് ഏറ്റവും അധികം വീട്ടിൽ അടുത്ത് ചുറ്റുപാടുള്ളവരോടൊക്കെ തമിഴാണ് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് തമിഴാണ് കുറേ കൂടി കംഫർട്ടബിൾ. ഞാൻ കേരളത്തിൽ വന്നപ്പോൾ ശരിക്കും എൻ്റെ ഭാഷ വളരെ മോശമായിരുന്നു. അതിപ്പോഴപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, പഴയ സിനിമകൾ കാണുമ്പോൾ. അപ്പോൾ എന്ത് വൃത്തികെട്ട ഇതായിരുന്നു എൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ, മലയാള ഉച്ചാരണമൊക്കെ വളരെ മോശമായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ കുറച്ച് നന്നായിട്ട് മലയാളമൊക്കെ പഠിച്ചു തുടങ്ങി. അപ്പം ഞാനിത് ഷാർജയിൽ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, ആദ്യമായിട്ട് എൻ്റെ മലയാളം ശരിയല്ല എന്ന് എന്നെ ഉച്ചാരണം പഠിപ്പിച്ചത് ശ്രീകുമാരൻ തമ്പി സാറായിരുന്നു എന്ന് ഞാൻ സംസാരിച്ചപ്പോൾ പിറ്റേ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്നത് വേറെ രീതിയിലുള്ള വാർത്തയായിരുന്നു. ഞാൻ അപ്പം തന്നെ അവരുമായി ബന്ധപ്പെട്ട് ഞാൻ അതാണോ സംസാരിച്ചത്, ഒന്ന് ആലോചിച്ച് നോക്കും, ഞാൻ എന്താ അവിടെ പറഞ്ഞത്. എൻ്റെ മലയാള ഉച്ചാരണം എന്നെ നന്നായി പഠിപ്പിച്ച് തന്നത് ശ്രീകുമാരൻ തമ്പി സാറാണ്. അതല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്താണ്, ഞാനിപ്പോൾ പോലും ഞാൻ ആ ടൈറ്റിൽ എന്താന്ന് ഞാൻ പറയാത്തത്, അത് പിന്നെ എന്തെങ്കിലും രീതിയിൽ ഇപ്പം നിങ്ങളല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു നിയന്ത്രണമില്ലല്ലോ. ഇപ്പം നിങ്ങളൊരു ഇൻ്റർവ്യൂ എന്നെക്കുറിച്ച് എടുത്താൽ അത് മറ്റൊരാൾക്ക് അത് എടുക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ആക്ച്വലി ഇത് സംഭവിക്കുന്നത്, ഇപ്പം നമ്മുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന വേറെ ഓൺലൈൻ ചാനൽസ് ഉണ്ട്, ഇങ്ങനെ ഈ ട്രോൾ ഇറക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ആൾക്കാർക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ട്. അവരാണ് ഇതെടുത്തിട്ട് ഇങ്ങനെ ആക്ച്വലി നമ്മളത്തെ പോലെ ഡീസൻറ്റ് പ്രൊഫഷണൽ ഇതിൽ കാണുന്ന കുറച്ച് ചാനൽസ് ഉണ്ട്, അവർ ഇത്തരത്തിലുള്ള ഒരു രീതിയിലും അത് ചെയ്യില്ല. മറിച്ച് മറ്റേ തരത്തിലുള്ള ചാനലുകാരാണ് ഇതെടുത്തിട്ട് അവർക്ക് എങ്ങനെയെങ്കിലും സാധനം കിട്ടണം, ഓടണം, പബ്ലിസിറ്റി വേണം, പൈസ കിട്ടണം, അതിന് വേണ്ടിയിട്ട് അവർ ഇതിനെ അങ്ങ് കരിവാരി തേച്ച് ഇത് വൈറലാകാൻ വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കുക. MG യൂണിവേഴ്സിറ്റിയിൽ ഒരിക്കൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ ബാലുമഹേന്ദ്ര സാറിനെ കുറിച്ച് ഞാനിങ്ങനെ സംസാരിച്ചു. അപ്പം യാത്ര എന്ന് പറയുന്ന സിനിമ ഞാൻ ഡബ് ചെയ്യാൻ പോയപ്പോൾ
എനിക്ക് യഥാർത്ഥത്തിൽ ബാലുമഹേന്ദ്ര എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. കാരണം അന്ന് ശോഭയുടെ മരണം സമയത്തൊക്കെ ഞാനൊക്കെ മദ്രാസിലുണ്ടായിരുന്ന സമയം. അപ്പം അത്രയും വലിയൊരു നടി മരിച്ചതിന് ഇദ്ദേഹം കാരണക്കാരനാണ് എന്നുള്ള രീതിയിൽ വാർത്ത വന്നതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോടൊരു വെറുപ്പായിരുന്നു. അപ്പം യാത്രാ സിനിമയുടെ ഡബ്ബിങ്ങിന് വിളിച്ചപ്പോൾ ശോഭനയാണ് അതിന്. അപ്പം ശോഭനയുടെ എല്ലാ സിനിമകളും ഞാൻ ഡബ് ചെയ്യാം. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് എന്തിനാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ എന്തോ ഒരു മനസ്സോടെയൊക്കെ ഞാൻ അവിടെ ചെന്ന് നിന്നു. പക്ഷെ അദ്ദേഹം അന്ന് എന്നോട് സംസാരിച്ച രീതിയും അദ്ദേഹം എനിക്ക് കഥ പറഞ്ഞു തന്ന രീതിയും ഡയലോഗ് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, അപ്പം നമ്മളിങ്ങനെ ആസ് എ കലാകാരി നമ്മളിങ്ങനെ ആസ്വദിച്ച് നിന്ന്. അവതാരക ആ അഭിമുഖത്തിൽ ഞാൻ തുടരും സിനിമയിൽ ഡബ്ബ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ബിനുവിനോട് ചോദിച്ചിരുന്നു. സംവിധായകന്റെ പ്രതികരണം എന്താണ് എന്നായിരുന്നു അവതാരക ബിനുവിനോട് ചോദിച്ചത്. അതിനൊന്നും മറുപടി കൊടുക്കേണ്ട കാര്യമില്ലെന്നായിരുന്നു അവരുടെ മറുപടി എന്നായിരുന്നു ബിനു പറഞ്ഞത്. പരമപുച്ഛമാണ്. ഒന്ന് വിളിച്ച് ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ടി വന്നുവെന്ന് ഒരു ആശ്വാസവാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. എന്നെ മാറ്റി നിർത്തിയതിൽ എനിക്കൊരു പരാതിയുമില്ല. സ്വന്തം ശബ്ദത്തിൽ ഡബ്ബ് ചെയ്യണമെന്ന് ശോഭനയ്ക്ക് തോന്നിയതിൽ ഒരു തെറ്റുമില്ല. ഇത്രയും വർഷങ്ങളായി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി ഓൾറെഡി തന്റെ കഥാപാത്രത്തിന് ഡബ്ബ് ചെയ്തുവെന്നറിയുമ്പോൾ അവർക്ക് എന്നെ വിളിച്ചൊന്ന് പറയാമായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് ശോഭന എന്നെ വീഡിയോ കോൾ ചെയ്തു. അങ്ങനെ ആരോടും ഫ്രണ്ട്ലി ആവാത്ത നടിയാണ്. അങ്ങനെ ഒരാളാണ് എന്നെ ആദ്യമായി വീഡിയോ കോളിൽ വിളിച്ച് ഫ്രണ്ട്ലിയായി സംസാരിച്ചത്. ഞാൻ മുൻപ് അവർക്ക് വേണ്ടി ഡബ്ബ് ചെയ്തപ്പോഴോ മനോഹരമായ കഥാപാത്രങ്ങൾ ചെയ്ത ആ സിനിമകൾ സൂപ്പർ ഹിറ്റ് ആയപ്പോഴോ ഒന്നും ശോഭന എന്നെ വിളിച്ചിട്ടില്ല. അന്ന് വിളിച്ചത് ഏതോ പരസ്യത്തിന്റെ കാര്യം പറയാനാണ്. അതിന് സ്വയം ഡബ്ബ് ചെയ്തോട്ടെ എന്ന് ചോദിക്കാനായാണ് വിളിച്ചത്. ഇക്കാര്യം പോലും ചോദിക്കാൻ വിളിച്ചയാളാണ്. തുടരുമിനു വേണ്ടി ഞാൻ മുഴുവൻ ഡബ്ബ് ചെയ്തുവെന്ന് അവർക്കറിയാം. നിർമ്മാതാവ് രഞ്ജിത്ത് തന്നെയാണ് എന്നോട് ഇക്കാര്യം പറഞ്ഞത്. ഡബ്ബ് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാകുമെന്ന് ശോഭന പറഞ്ഞുവെന്നാണ് രഞ്ജിത്ത് പറഞ്ഞത്. അവർ വോയിസ് മാറ്റിയെന്ന് അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതും അങ്ങോട്ട് വിളിച്ച് ചോദിച്ചത് കൊണ്ട് അറിഞ്ഞു. എനിക്ക് സ്വയം ഡബ്ബ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് ശോഭന ഒരു വാക്ക് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമായിരുന്നു. സംവിധായകൻ പോലും പറയേണ്ടയില്ലായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ വച്ച് അടികൊള്ളുന്നതും അലറി വിളിക്കുന്നതും അടക്കമുള്ള എല്ലാ സീനും ഡബ്ബ് ചെയ്യിപ്പിച്ചിട്ട് നമ്മളെ അപമാനിച്ചതുപോലെയായി എന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. അടുത്തിടെ റിലീസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മോഹൻലാൽ സിനിമ കൂടിയാണ് തരുൺ മൂർത്തിയുടെ തുടരും. എന്നാൽ ഈ സംഭവം നിരവധി ചർച്ചകൾക്ക് വഴിമാറിയിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മിയെ പോലെ ഇത്രയും സീനിയറായ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനോട് ഇങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഇതിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കമന്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഭാഗ്യലക്ഷ്മിയോട് ഇത് പറയേണ്ട കാര്യമില്ല, അവരൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണല്ലോ, അവർക്ക് കൊടുക്കേണ്ട പണം കൊടുത്തല്ലോ എന്നൊക്കെ പറയുന്നവരുമുണ്ട്.